കൊച്ചി വൈറ്റിലയിൽ സ്പാ നടത്തിപ്പുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിലായി. മാരകായുധങ്ങളുമായി എത്തി സ്പാ നടത്തിപ്പുകാരനായ മംഗലാപുരം സ്വദേശി നന്ദനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. മാരകായുധങ്ങളും വളർത്തുനായുമായി എത്തിയായിരുന്നു വൈറ്റിലയിൽ സ്പാ നടത്തുന്ന മംഗലാപുരം സ്വദേശി നന്ദനെ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. സ്പായിൽ അതിക്രമിച്ചു കടന്ന സംഘം കത്തിയും മറ്റും കാട്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. രാത്രി മുഴുവൻ കാൽ ചുറ്റിക്കറങ്ങിയ സംഘം 28,000 രൂപ തട്ടിയെടുത്ത ശേഷം നന്ദനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പറഞ്ഞാൽ കൊന്നുകളയുമെന്നും സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മൊബൈൽ ദൃശ്യം പോലീസിന് ലഭിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതിയായ തൃപ്പൂണിത്തുറ സ്വദേശി അരുൺ ഷാലി, ഉദയംപേരൂർ സ്വദേശി അർജുൻ ബാബു, തിരുവാങ്കുളം സ്വദേശി അക്ഷയ് എന്നിവരെ സൗത്ത് SP-യുടെയും മരട് പോലീസിന്റെയും സംഘം അറസ്റ്റ് ചെയ്തു. ഭീഷണിയെ തുടർന്ന് പിടിയിലായ അക്ഷയുടെ അക്കൗണ്ടിലേക്കായിരുന്നു സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നും നന്ദൻ പണം അയച്ചു കൊടുത്തത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം നന്ദനെ ആളുമാറി തട്ടിക്കൊണ്ടുപോയതാണെന്നും പോലീസ് പറയുന്നുണ്ട്. പിടിയിലായ പ്രതികളിൽ ഒരാളുടെ ഭാര്യ പനമ്പള്ളി നഗറിലെ ഒരു സ്പായിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ സ്പായുടെ ഉടമയെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു സംഘം പദ്ധതിയിട്ടിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.